പിറ്റേന്ന് കാലത്തുണരുമ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ പാതിയും ഇച്ചേൻ്റെ ദേഹത്തായിരുന്നു എന്ന് സോഫി അറിയുന്നത്. അവൾ പതിയെ എഴുന്നേറ്റു, അവനെ ഉണർത്താതെ. എന്നിട്ടും അവളുടെ അനക്കം അവൻ അറിഞ്ഞു. എഴുന്നേൽക്കാൻ തുടങ്ങിയ അവളൊരു കൈ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പോയി. കുറച്ചു നേരം കൂടി കിടക്കുവേണേ, നീ ഇത്ര രാവിലെ തന്നെ എവിടേക്കാ? കൊച്ചിനെ സ്കൂളിലെങ്ങാനും ചേർത്തോ? ആർക്കും ചോറ് കൊണ്ടുപോകേണ്ട, ഒരിടത്തേക്കും പോകാനുമില്ല. പിന്നെ നീ എന്തിനാ ഈ പിടച്ചോടുന്നത്? അവൻ്റെ ചോദ്യം കേട്ട് സോഫി ചിരിച്ചു. അതെ, ഇച്ചേൻ അങ്ങനെ പറയാം. ഇന്നലെ മോൻ എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. ഇനി അമ്മച്ചി വിളിച്ചിട്ട് കേൾക്കാതെ എങ്ങാനും ആകോ എന്നറിയില്ല, സോഫി വെപ്രാളത്തിൽ പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് കേൾക്കാതെ ഇരിക്കാൻ എന്താ, നീ ചുമ്മാതിരിപ്പണേ. അവൻ അവളുടെ വയറിന് മീതെ കൂടി രണ്ട് കൈയും ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിട്, നമുക്കിന്ന് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞത് ഇച്ചേനല്ലേ? അപ്പോൾ നേരത്തെ പണികൾ ഒതുക്കി വെക്കണ്ടേ? മോൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനുണ്ട്. സോഫി അവൻ്റെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതിനൊക്കെ ഇനിയും ധാരാളം സമയമുണ്ട്. നീ ഒന്ന് കിടന്നേ, ഞാൻ നിന്നെ ഒന്ന് സ്നേഹിക്കട്ടെ. ആൽബി അവളുടെ ടോപ്പിനുള്ളിൽ കൂടി മുഖമുരസി അവളുടെ പുറത്ത് ഇക്ലി ഇട്ടുകൊണ്ട് പറഞ്ഞു. ദേ മാർക്കേ. അവൾ ഒന്നുകൂടി ബലം പിടിച്ചു. എൻ്റെ ഈ പിടുത്തം വിടുവിച്ച് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പോന്ന് കാണട്ടെ. അവനൊന്നുകൂടി മുറുക്കെ കൈ. സോഫി തൻ്റെ സകല ശക്തിയും എടുത്തു. എന്നിട്ടും ഒരു തരി പോലും അവൻ്റെ കൈ അനക്കാൻ പറ്റിയില്ല അവൾക്ക്. അവളുടെ മുഖത്ത് പരിഭവം നിറഞ്ഞത് അവൻ കണ്ടു. എന്നാ പോകുന്നില്ലേ നീ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നും മിണ്ടാതെ മുഖവും വീർപ്പിച്ചിരിക്കുകയാണ് അവൾ. എൻ്റെ പെണ്ണ് പിണങ്ങിയോ? അവൻ്റെ കയ്യിൽ നിന്ന് അയഞ്ഞതും അവൾ പെട്ടെന്ന് തെന്നി മാറി. ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പം നിൻ്റെ അഭിനയമായിരുന്നല്ലേ? ശരി, പൊയ്ക്കോ. പിണങ്ങിയതുപോലെ തിരിഞ്ഞു കിടന്നു അവൻ. അവൾക്ക് വിഷമം തോന്നി. വേണ്ടായിരുന്നു, ഇച്ചയൻ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു സുഖമാണ്. സോഫി തിരിഞ്ഞു കിടക്കുന്ന അവൻ്റെ അടുത്ത് ചെന്ന് ചേർന്ന് കിടന്നു. വലത് കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ടും അവൻ ശ്വാസം പിടിച്ച് കിടക്കുകയാണ്. ഉള്ളിൽ ചിരി വരുന്നുണ്ടെങ്കിലും ഒതുക്കി പിടിച്ചുകൊണ്ട്. ഇച്ചയ സോറി, സോഫി പറഞ്ഞപ്പോഴും അവൻ അനങ്ങിയില്ല. അവളുടെ ചുണ്ടുകൾ അവൻ്റെ നഗ്നമായി പുറത്ത് പതിഞ്ഞു. എന്നിട്ട് മാൽവി ഒരനക്കവുമില്ലാതെ കിടന്നു. അവൾ പതിയെ എഴുന്നേറ്റ് അവൻ്റെ കാതിൽ ചുണ്ടുകൾ ചേർത്തു. അതിൽ കൂടുതൽ അവളോട് പിണങ്ങിക്കിടക്കാൻ അവനുമാകുമായിരുന്നില്ല. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് തിരിഞ്ഞ് അവളെ ദേഹത്തേക്ക് വലിച്ചിട്ട് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ. എടി, നിന്റെ അപ്പനെ വിറ്റ പൈസ എൻ്റെ കയ്യിലുണ്ട്. എന്നോടാണോ നിന്റെ കളി? ആൽബി അവളുടെ ചെവിയിൽ പറഞ്ഞു. ദേ, എൻ്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ അവൾ പുലിയായി. പറഞ്ഞാൽ നീ എന്നാ ചെയ്യും? അവൻ അവളുടെ ചുണ്ടുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അവൻ്റെ ഓരോ ചുംബനവും അവളെ തളർത്തി. അവൻ്റെ ശ്വാസം ഏറ്റുവാങ്ങാൻ കൊതിച്ചു അവൾ. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവൻ്റെ അതിരം വഴി മാറി ഒഴുകി. പതിയവൻ അവളെ ശരീരത്തിലേക്ക് അമർന്നു. അവൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സന്തോഷം എന്നിൽ നിന്നും അകറ്റരുതേ എന്ന് മാത്രം. അവൻ്റെ വേഗം കൂടുന്നതും ശ്വാസഗതി ഉയർന്നതും അവൾ അറിഞ്ഞു. നൂറില്ലാത്ത പാട്ടമായി ഉയർന്നു അവൾ. ഇരു മനസ്സുകളും ശരീരങ്ങളും ഒന്നായി ഒരു യാത്ര. അനുഭൂതിയുടെ താഴ്വാരങ്ങൾ തേടി അലഞ്ഞു നടക്കുന്ന വിരലുകളെയും അതിരങ്ങളെയും സ്വതന്ത്രമാക്കിയവൻ അരികിൽ ചേർന്ന് കിടക്കുമ്പോഴും അവളുടെ മുടിയിഴകൾ അവൻ്റെ നെഞ്ചിൽ പരന്നു കിടന്നു. തളർച്ചയോടെ ഒന്നുകൂടി മയക്കത്തിലേക്ക് വീണു അവൾ. വാതിൽ ശക്തിയായി മുട്ടുകേട്ടിട്ടാണ് സോഫി ഞെട്ടി ഉണർന്നത്. എപ്പോഴോ ഊരിയെറിഞ്ഞ വസ്ത്രം തപ്പിയെടുത്ത് വലിച്ചിട്ട് അവൾ ഓടിപ്പോയി വാതിൽ തുറന്നു. മോളെ, മോൻ ഒരേ വാശി, നീ അവനിച്ചിട്ട് പാല് കൊടുത്തേ, അമ്മച്ചി അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവളെ കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ പരിഭവങ്ങൾ കരച്ചിലിനിടയിലും പറയാൻ തുടങ്ങി മോൻ. അമ്മയുടെ പൊന്നെ, എന്നടാ എന്നത്തിനാ കരയുന്നേ? അമ്മ ടാറ്റ പോയിന്ന് വിചാരിച്ചോ കുഞ്ഞ്? അമ്മയുടെ പൊന്നില്ലാതെ അമ്മ പോവില്ല കേട്ടോ. വാതിലടച്ചുകൊണ്ട് സോഫി ബെഡിലിരുന്നു. ടോപ്പ് പോക്കി മോനെ മടിയിലിരുത്തി പാല് കൊടുത്തു. ആൽബി പതിയെ എഴുന്നേറ്റ് മോൻ്റെ കാലിൽ ഇക്ലിയിട്ടു. അവൻ പാല് കുടി നിർത്തി അവളെ നോക്കി. വീണ്ടും കുടിക്കാൻ തുടങ്ങി. ആൽബി വീണ്ടും ഇക്ലി കൂട്ടി. അവൻ കാൽ വലിച്ചുകൊണ്ട് വീണ്ടും കുടി തുടർന്നു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്ന നിലയിൽ. കണ്ടോ, നോക്കുന്നത് കൂടിയില്ല കൊച്ചുകള്ളൻ, മതിയടാ. ആൽബി മോൻ്റെ വയറിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. രാത്രി മുഴുവനും കുടിക്കാതെ കിടന്നതല്ലേ ഈച്ചയാ, ദാഹം കാണും. സോഫി ചിരിയോടെ അവൻ്റെ തലയിൽ തലോടി. ആയിക്കോട്ടെ, ഇപ്പോൾ അമ്മയും മോനും ഒന്നായി അല്ലേ? നമ്മൾ പാവം പുറത്ത്. ആൽബി എഴുന്നേറ്റ് മുണ്ട് വാരിച്ചിട്ട് ബാത്റൂമിലേക്ക് നടന്നു. സോഫി ഒരു ചിരിയോടെ അവൻ പോയത് നോക്കിയിരുന്നു. ആൽബി തിരികെ വരുമ്പോൾ മോൻ കൂടി കഴിഞ്ഞ് ബെഡിൽ കിടന്നിരുന്നു. എടാ, നിന്റെ കൂടി കഴിഞ്ഞോ? ഇത്തിരി ബാക്കി വെച്ചിട്ടുണ്ടോടെ?
അപ്പയ്ക്ക് മീശൊന്ന് തടവിക്കൊണ്ട് സോഫിയെ നോക്കി കണ്ണിറക്കിയ ആൽബി, ഡീച്ചയ കൊച്ചയോട് വഷളത്തരം പറയില്ല കേട്ടോ. കുളിക്കാൻ ഡ്രസ്സ് ഷെൽഫിൽ നിന്നും എടുക്കുകയായിരുന്നു അവൾ. തിരിഞ്ഞു നിന്ന് പറഞ്ഞു, എന്നാ വഷളത്തരം? നീ പോയി ഒരു ചായ കൊണ്ടുപോവാ, വല്ലാത്ത മേലുവേദന. ആൽബി കൈ മേലിട്ട് ഉയർത്തി ഞെളിഞ്ഞുകൊണ്ട് പറഞ്ഞു, കാണും കാണും, ഈച്ചാൻ്റെ ഈ ശരീരം താങ്ങും. ഞാനപ്പം എന്തു വേണം? സോഫി കളിയാക്കി ചിരിച്ചു. നീ എന്തു പറയുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ. എൻ്റെ ബോഡി സ്ട്രോങ് ആണ്, ഇനിയും ഒരു അംഗത്തിന് തയ്യാർ. ആൽബി അവളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ പൊന്നു മാഷേ, ആളെ വിട്, സോഫി കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവൾ ബാത്റൂമിലേക്ക് പോയി കുളിച്ചു വേഗം ഇറങ്ങി. മോനും ആൽവിയും താഴേക്ക് പോയിരുന്നു. സോഫി പെട്ടെന്ന് മുടി ഒതുക്കി താഴേക്ക് പോയി. ചേട്ടത്തി വന്നിരുന്നു. മോൾ ഇന്ന് വൈകിയല്ലോ, കുഞ്ഞുറങ്ങിക്കാണില്ല അല്ലേ? എന്തു പറയണമെന്നറിയാതെ പതറി അവൾ. ചായ കുടിക്ക്. ചേട്ടത്തി ചായ എടുത്തു കൊടുത്തു. ആൽബി മോന് ഞാൻ ചായ കൊടുത്തു കേട്ടോ, ചേട്ടത്തി പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റും ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞിരുന്നു. സോഫി ചായ കുടിച്ച് മോൻ്റെ ഡ്രസ്സും എടുത്ത് കഴുകാനിട്ടു. അപ്പച്ചനോടും അമ്മച്ചയോടും യാത്രയെക്കുറിച്ച് പറയുകയായിരുന്നു ആൽബി അപ്പോൾ. മോനെ, വണ്ടി സർവീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ രാത്രി. ധൈര്യമായി അതിൽ പോയി വാ. ക്യാഷ് വേണമെങ്കിൽ ആ ഷെൽഫിൽ ഇരിപ്പുണ്ട്, ആവശ്യമുള്ളതെടുത്തോ, അപ്പച്ചൻ പറഞ്ഞു. ഒന്നും വേണ്ട പച്ച, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. മോനെ തണുപ്പടിപ്പിക്കാതിരിക്കാനുള്ള കുറച്ച് ഡ്രസ്സ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോകും കേട്ടോ, വൈകിട്ട് യാത്ര തിരിക്കും, ആൽബി പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് മോനെ വീട്ടിൽ നിർത്തി അവർ ഇറങ്ങി. സോഫി, ഈ വലിയ മാല ഇടണ്ട കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം എടുക്കാം, ആൽബി പറഞ്ഞു. വേണ്ട, ചെറുതുണ്ട്, അതിടാം, സോഫി പറഞ്ഞു. ആവശ്യമുള്ളതൊക്കെ വാങ്ങിയവർ ഉച്ചയ്ക്കാകുമ്പോഴേക്കും തിരിച്ചെത്തി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ബാഗ് പാക്കിങ് ചെയ്യാൻ തുടങ്ങി. ഡ്രസ്സൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല അവിടെ, അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, പോരാത്തത് നമുക്ക് വാങ്ങാം, ആൽബി പറഞ്ഞു. ഡ്രസ്സൊക്കെ എടുക്കാം, വെറുതെ എന്തിനാ വാങ്ങുന്നത്, സോഫി പറഞ്ഞു. അതെ, നൈറ്റ് ഡ്രസ്സൊക്കെ കൈ പിടിച്ചോട്ടോ, ആൽബി പറഞ്ഞപ്പോൾ നാളം കൊണ്ട് ചുവന്നു അവൾ. ഈ ചൈൻ, അവൾ അവൻ്റെ കവിളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. നിന്നോടല്ലേ ഇതൊക്കെ പറയാൻ പറ്റുമോ, അല്ലാതെ നാട്ടുകാരോട് പറയാൻ പറ്റുമോ, ആൽബി ചോദിച്ചു കേട്ട് ചിരിച്ചു അവൾ. ബാഗ് കാറിൽ ഒതുക്കി വെച്ചു. മോന് കൊടുക്കാനുള്ള ഫുഡ് ഒരു പാത്രത്തിലെടുത്തു സോഫി. ആൽബി മോനെ ഡ്രസ്സ് മാറ്റി, അവരും ഡ്രസ്സ് മാറി. അപ്പച്ചൻ നേരത്തെ വന്നിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി അവർ. രണ്ടുപേരെയും കുറേ നാളായി ആഗ്രഹമായിരുന്നു ഒരു യാത്ര. വീട്ടിലെ അന്തരീക്ഷം വല്ലാതെ ശ്വാസം മുട്ടിച്ചിരുന്നു രണ്ടുപേരെയും. അതിൽ നിന്നൊരു മോചനം. മോൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങി. ഇടയ്ക്ക് ജോർജിനെ വിളിച്ച് ഓർമ്മിപ്പിച്ചു ആൽബി. എല്ലാം ഓക്കെയാണ്, ജോർജ് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവന്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് മോന് ഫുഡ് കൊടുത്തു. അവരും കഴിച്ചു. ഒരുപാട് വൈകി അവർ പറഞ്ഞ സ്ഥലത്തെത്താൻ. പുറത്തെ കാഴ്ചകളൊന്നും വ്യക്തമല്ല. രാത്രി യാത്ര നല്ലതല്ല എന്ന് തോന്നിയവന്. ജോർജ് അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജോർജിൻ്റെ കൂടെ താമസ സ്ഥലത്ത് എത്തി. മനോഹരമായി ഒരുക്കിയിരുന്ന സ്ഥലമായിരുന്നു അത്. കൊച്ചു വീട് പോലെ മുറി തുറന്നു കൊടുത്തു ജോർജ്. ചെറിയൊരു വരാന്ത, അതിൽ 2 കസേര ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ഹാളും അറ്റാച്ച്ഡ് റൂമുമാണ് സൗകര്യം. ശരിക്കും ഒരു കൊച്ചു വീടിൻ്റെ അന്തരീക്ഷം. ശുദ്ധവായു ഒഴുകിയെത്തി. സോഫിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഒരു വലിയ ബെഡാണ് ഉണ്ടായിരുന്നത്. ചുമരിൽ ചേർന്ന ഒരു ഷെൽഫും. വലിയ റൂമായിരുന്നു. മോനെ അതിൽ കിടത്തി അവൻ്റെ ഉടുപ്പൊക്കെ മാറ്റിയിട്ടു. കംപ്ലീറ്റ് കൊടുത്തു. തണുത്ത കാറ്റ് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ബാത്റൂമിൽ പോയി വെള്ളം വീണപ്പോൾ അവളുടെ ശരീരം കോരിത്തരിച്ചു. ഒന്ന് മേല് കഴുകി ഇറങ്ങി അവൾ. അവളുടെ താടി കിടകിട വിറച്ചു. ഇറങ്ങി വന്ന അവളെ കണ്ട് അവൻ കെട്ടിപ്പിടിച്ചു. ഇത്രയ്ക്കും തണുപ്പുണ്ടോ നിനക്ക്? അവൻ്റെ നെഞ്ചിലെ ചുവടിൽ അവൾ ഒട്ടി നിന്നു. അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ വിറപ്പുണ്ട ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഏറ്റെടുത്തവൻ അവളെ പൊതിഞ്ഞ് തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. ആൽബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലിരുന്നു. മോൻ ഉറങ്ങിയല്ലേ, സോഫി ചോദിച്ചു. നീ ബ്ലാങ്കറ്റ് ഇട്ട് കിടന്നോ, ഞാൻ ഫ്രഷായി വരാം. ആൽബി അവളെ കിടത്തിക്കൊണ്ട് പുതപ്പ് വലിച്ചിട്ട് കൊടുത്തു. മോനെ നേരത്തെ അവൻ പുതപ്പിച്ച് കൊടുത്തിരുന്നു. നല്ല തണുപ്പുണ്ടിച്ചാ, അവൾ പറഞ്ഞു. തണുപ്പ് മാറ്റാൻ നീ ഇവിടെയില്ല പെണ്ണേ. ഒരു കള്ളച്ചിരിയോടെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ടർക്കിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് സോഫി മോനെ കെട്ടിപ്പിടിച്ച് കിടന്നു. കുഞ്ഞൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. ആൽബി ഇറങ്ങി വരുമ്പോൾ സോഫി മയങ്ങിയിരുന്നു. ഈ പെണ്ണ് ഉറങ്ങിയോ? ഒരു റൊമാൻറ്റിക് മൂഡിൽ വന്നതായിരുന്നു. ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. റേഞ്ച് കുറവാണെങ്കിലും കാര്യം പറഞ്ഞു. എബിയെ വിളിച്ച് വിവരം അന്വേഷിച്ചു. നീതിയുടെ പേര് കേട്ടപ്പോൾ തന്നെ അവന് കലി കയറി. ആൽബി, നീ ഇനി അവളുടെ പേര് പറയരുത് കേട്ടോ. എഴുതി പൂർത്തിയാകാത്ത ഒരേട്, അതാണ് അവൾ എൻ്റെ ജീവിതത്തിൽ.
അത് ഞാൻ വലിച്ചു കീറി കളഞ്ഞു. എബി പറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളം നീർന്ന വേദന ആൽബി അറിഞ്ഞു. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നീ പപ്പയോട് പറ ഇവിടെ ഒരു കുഴപ്പവും കൂടാതെ എത്തിയെന്ന്. ആൽബി പറഞ്ഞു. ശരി, നീ റിലാക്സായി തിരിച്ചു വാ. എബി പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കി. സോഫിയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മച്ചിയാണ് ഫോൺ എടുത്തത്. ആൽബിയത്തെ വിവരം പറഞ്ഞപ്പോൾ സോഫിയെ തിരക്കി അമ്മച്ചി. ഇവിടെ നല്ല തണുപ്പായെന്നും പറഞ്ഞ് പെണ്ണ് മോളി പൊതിച്ച് കിടന്നുറങ്ങിപ്പോയി അമ്മച്ചി. ആൽബി തെല്ല് നിരാശയോടെ പറഞ്ഞു. പെട്ടെന്നാണ് നാൻസി എന്തോ വിളിച്ചു പറയുന്നത് അവൻ കേട്ടത്. എന്താ അമ്മച്ചി അവൾ പറയുന്നത്? ആൽബി ചോദിച്ചു. ഫോൺ ചോദിക്കുന്നുണ്ട് മോനെ, ഞാൻ കൊടുക്കാം. അമ്മച്ചി ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു. ഏട്ടാ, മറ്റന്നാൾ സോഫി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചി അതൊന്നും ഓർത്ത് വെക്കാറില്ല. എങ്കിലും ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഓർമ്മ വരും. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഏട്ടൻ വേണം ഓർമ്മിപ്പിക്കാൻ കേട്ടോ. നാൻസി പറഞ്ഞപ്പോൾ ആൽബിക്ക് സന്തോഷം തോന്നി. തങ്ങൾ മാത്രമായി ഒരു പിറന്നാൾ ആഘോഷം. ഇതവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആഘോഷമായിരിക്കണം. ആൽബി അപ്പോഴേക്കും മനസ്സിൽ കണക്ക് കൂട്ടി കഴിഞ്ഞിരുന്നു. ശരി മോളെ, ഞാൻ ഓർമ്മിപ്പിച്ചോളാം. ശരി, വെക്കട്ടെ. പുറത്ത് നല്ല തണുപ്പാണ്, അകത്താണെങ്കിൽ റേഞ്ച് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. അപ്പച്ചനോട് പറ. ആൽബി ഫോൺ വെച്ച് റൂമിലേക്ക് വന്നു. സോഫി നല്ല ഉറക്കമായിരുന്നു. അവൾ ലൈറ്റ് ഓഫാക്കി അവൾ അരികിൽ ചേർന്ന് കിടന്നു. പതിയെ അവളുടെ കവിളിൽ താടി വെച്ച് ഉരസി. അവൾ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇച്ച, നല്ല ഉറക്കം വരുന്നു. അവൾ തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് നോക്കി കിടന്നു അവൻ. എത്ര നിഷ്കളങ്കമായ മുഖമാണ് ഇവളുടെ. അവൻ അവളെ തന്നെ നോക്കി കിടന്നു. ബെഡ്റൂം ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവനൊരു വാത്സല്യം തോന്നി അവളോട്. ആരെയും വേദനിപ്പിക്കാൻ കഴിയാത്ത ഇവൾ നീതിയോട് മാത്രമാകും കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ടാവുക. ആലോചിച്ച് കിടന്ന് അവനും മയക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ കിളികളുടെ ആരവം കേട്ടാണ് സോഫി കണ്ണ് തുറന്നത്. മോൻ അവൾ അരികിൽ ചേർന്ന് കിടക്കുന്നുണ്ട്. ആൽബി ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചാണ് കിടക്കുന്നത്. പുലരിയിലും നല്ല തണുപ്പായിരുന്നു. ആൽബിയുടെ കൈ മാറ്റി അവൾ പതിയെ എഴുന്നേറ്റു. നിലത്ത് കാൽ വെച്ചപ്പോൾ തണുപ്പ് അരിച്ചു കയറി. ബാഗിൽ നിന്നും ജാക്കറ്റ് എടുത്തിട്ടു അവൾ ബാത്റൂമിൽ പോയി തിരികെ വന്നു. മുഖം കഴുകിയപ്പോൾ പല്ലുകൾ പോലും കോച്ചി പിടിച്ചു. ബാത്റൂമിൽ നിന്നും പെട്ടെന്നിറങ്ങി. റൂമിലെ വലിയ ജനൽപ്പാടിൽ മഞ്ഞത്തുള്ളികൾ വരകൾ തീർക്കുന്നുണ്ടായിരുന്നു. ജനൽ തുറന്നു അവൾ. പുറത്ത് കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നു. കുളിർക്കാറ്റ് തഴുകി തലോടി അവളുടെ മുടിയിഴകളെ. അവൾ സ്വയം മറന്നു നിന്നു. ആൽബി കണ്ണുകൾ തുറന്നപ്പോൾ ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവനൊരു കുസൃതി തോന്നി. പതിയെ എഴുന്നേറ്റ് ചെന്ന് പിന്നിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ചുടുശ്വാസം അവളുടെ കവിളിൽ തലോടി. ഇഷ, നോക്കിക്കേ, എന്ത് ഭംഗിയാ. അവൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കി അവൻ. അങ്ങകലെ നേർത്ത വെള്ളിവര പോലെ വെള്ളം ഒഴുകി ഇറങ്ങുന്നു. മരങ്ങൾക്കിടയിലൂടെ ആ കാഴ്ച കോടം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലും മനോഹരത തോന്നി അവനും. ഇഷ്ടമായോ നിനക്കിവിടം? ആൽബി അവളുടെ കവിളിൽ ഒരുമിക്കൊണ്ട് ചോദിച്ചു. ഒത്തിരി ഇഷ്ടമായിച്ച. പേരറിയാത്ത ഒരുപാട് കിളികളുടെ ശബ്ദം, മരങ്ങളും ഈ കാട് ഒരു സുന്ദരി തന്നെ, സോഫി പറഞ്ഞു. ഇന്ന് നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. ഈ കാട് മാത്രമല്ല, അതിരില്ലാതെ കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻ പുറത്തെ കാഴ്ചകളും. നീലക്കുറിഞ്ഞി മുഴുവൻ വിരിഞ്ഞു കിടക്കുന്ന നീലക്കുറിഞ്ഞി ഞാനും കണ്ടിട്ടില്ല ഇതുവരെ. ആൽബി പറയുമ്പോൾ തന്നെ അതൊക്കെ മനസ്സിലൂടെ കടന്നു പോയി അവളുടെ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുഖം. പിന്നെയും കുറേ സമയം നിന്നു അവർ. പതിയെ കോട മാറി സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്തി നോക്കാൻ തുടങ്ങിയിരുന്നു. അപ്പയെ മോൻ വിളിച്ചപ്പോൾ രണ്ടുപേരും നോക്കി. അവർ വേറെ ഏതോ ലോകത്തായിരുന്നു. പൊന്നെ, സോഫി വിളിച്ചു. ആൽബി അവളെ വിട്ടു. സോഫി മോനെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ ഫുഡ് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിരുന്നു. ഇച്ച, സമയം എത്രയായി? സോഫി മോൻ്റെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ആൽബി വാച്ച് എടുത്ത് നോക്കി. 8 മണിയായി. പക്ഷെ തോന്നില്ല അല്ലേ? ആൽബി ചോദിച്ചു. അത്ര സമയമായോ? സോഫി ചോദിച്ചു. ഞാൻ പോയി ബ്രഷ് ചെയ്ത് വരാം. ആൽബി വേഗം പോയി. ചായയും അപ്പവും കറിയും എല്ലാം ഉണ്ടായിരുന്നു. ആൽബി വന്നപ്പോൾ 3 പേരും കൂടി കഴിക്കാനിരുന്നു. മോൻ തനിയെ കഴിക്കില്ലെങ്കിലും അവന് ഒപ്പം വേണം. കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കിടന്നു അവർ മോനെ കളിപ്പിച്ചുകൊണ്ട്. സോഫി 10 മണിക്ക് ജോർജ് വരും വണ്ടിയായിട്ട്. ആ വണ്ടിയിൽ പോകാം. അപ്പോഴേക്കും റെഡിയാകണം കേട്ടോ, ആൽബി ഓർമ്മിപ്പിച്ചു. എവിടേക്കും പോവണ്ടിച്ചാ, നമുക്ക് ഇവിടെ ഇരിക്കാം ഇന്ന് മുഴുവനും, സോഫി അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. മോൻ ആൽബിയുടെ വയറിൽ കയറി ഇരിപ്പാണ്. ഇടയ്ക്ക് നെഞ്ചിൽ തല വയ്ക്കുന്നുമുണ്ട്. എന്തൊക്കെയോ അവൻ്റെ ഭാഷയിൽ പറയുന്നുണ്ട്. ഒരു കൈ കൊണ്ട് സോഫിയെ ചേർത്ത് പിടിച്ചാണ് ആൽബി കിടക്കുന്നത്. അവൻ്റെ കൈക്ക് മുകളിൽ തല വെച്ചിട്ട് അവളോട് ചേർത്ത് മുഖം വെച്ചാണ് കിടക്കുന്നത് സോഫി. ഒരു കൈ കൊണ്ട് തലയിൽ പതിക്കെ തലോടിക്കൊണ്ട്.
ആൽബി എന്തോ ഓർത്ത് കണ്ണടച്ച് കിടപ്പാണ്. തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് എന്ന് തോന്നി അവൾക്ക്. ഇച്ച ഉറങ്ങുവാണോ? സോഫി മിഴികൾ മാത്രം ഉയർത്തി ചോദിച്ചു. അല്ലടി, നീ പറ. ആൽബി കണ്ണുകൾ തുറന്നു. ഇച്ച, നമ്മുടെ മോനെ ആരാക്കാനാണ് ആഗ്രഹം? സോഫി പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ചോദ്യം ചോദിച്ച പോലെ ഒന്ന് നോക്കി അവൻ. എന്താ ഇങ്ങനെയൊരു ചോദ്യം? അവന് 1 വയസ്സല്ലേ ആയുള്ളൂ. ഇനിയും എത്രയോ സമയമുണ്ട്, ആൽബി ചിരിയോടെ പറഞ്ഞു. അതല്ലേ ഇച്ചായ, എന്നാലും പറ. സോഫി അവൻ്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു. അത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. അവൻ നല്ലൊരു മനുഷ്യനായി വളരണം, എല്ലാവരെയും സ്നേഹിച്ച് നല്ല വ്യക്തിത്വത്തിന് ഉടമയാകണം, മിടുക്കനാകണം, അത്രയുള്ളൂ, ആൽബി പറഞ്ഞു. എന്ന് എനിക്ക് അവനൊരു ഡോക്ടറാക്കാനാണ് ആഗ്രഹം. എൻ്റെ മോൻ ഡോക്ടറായി പാവങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാകണം, കാശിനൊന്നും വേണ്ടിയല്ലാതെ. സോഫി തൻ്റെ ആഗ്രഹം പറഞ്ഞു. കൊള്ളാം, അത് നല്ല തീരുമാനമാണ്. എന്തായാലും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ പഠിക്കട്ടെ. നമ്മൾ അടിശീലിപ്പിക്കേണ്ട ഒന്നും. അവർക്ക് എന്താകാനാണോ താല്പര്യം അതാകട്ടെ, ആൽബി പറഞ്ഞു. അപ്പേ പോവാ, പുറത്തേക്ക് കൈ ചൂണ്ടി മോൻ പറഞ്ഞു. സോഫി, ഇനിയും കിടന്നാൽ വൈകും. പുറത്തെ തണുപ്പൊക്കെ കുറഞ്ഞു കാണും. നമ്മൾ പകൽ വെട്ടത്തിൽ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, വാ നമുക്കൊന്ന് നോക്കാം. സോഫി എഴുന്നേറ്റു. ആൽബി മോനെ എടുത്ത് പുറത്തേക്കിറങ്ങി. അവളും പിന്നാലെ ചെന്നു.